76-ാം വാർഷികത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് പഴവീട് വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാല. പ്ലാറ്റിനം ജൂബിലി ആഘോഷം കഴിഞ്ഞ് 76-ാം പിറന്നാൾ ആഘോഷങ്ങളിലേക്ക് പഴവീട് വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാല എല്ലാ സുമനസ്സുകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 76 വർഷം മുൻപ് പഴവീട് ജംഗ്ഷന് കിഴക്ക് വശമുള്ള ഒരു ഷെഡിൽ പ്രവർത്തനമാരംഭിച്ച ഗ്രന്ഥശാല പഴവീട് വിജ്ഞാനപ്രദായിനി എന്ന് അറിയപ്പെട്ടു. ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരായ 11 പേരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ പരിണിത ഫലമാണ് ഈ സരസ്വതി ക്ഷേത്രം. 1944 സ്ഥാപിതമായ ഈ സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ നാമനിർദ്ദേശവും ഉദ്ഘാടനവും നടത്തിയത് ആലപ്പുഴ SDV സ്കൂളിലെ മലയാളം പണ്ഡിറ്റായിരുന്ന ശ്രീ മേക്കൊല്ല N പരമേശ്വരൻ പിള്ളയായിരുന്നു. 1961 പഴവീട് ക്ഷേത്ര ദേവസ്വം പട്ടയം തന്ന വിജ്ഞാനപ്രദായിനിയെ ഭൂവുടമയാക്കിയ നിലവിലെ സ്ഥലത്ത് ഒരു കെട്ടിടം പണിതുയർത്തി. പഴവീടിൻ്റെ അഭിമാനമായ വിജ്ഞാനപ്രദായിനി പഴവീട് ക്ഷേത്ര ദേവസ്വത്തോട് അന്നും ഇന്നും എന്നും കടപ്പെട്ടിരിക്കുന്നു. 76 വർഷം മുൻപ് 11 പേരുടെ സ്ഥിരോത്സാഹത്തിൻ്റെ പരിണിത ഫലമായി ഉയർന്നുവന്ന ഈ സ്ഥാപനം അതിൻ്റെ ഓർമ്മ നിലനിർത്തുവാൻ ഇന്നും ഭരണ ചുമതല ആ 11 അംഗ സമിതിയിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. അന്തരിച്ച മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പഴവീട് വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാല ഓൺലൈനായി 76-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണെൻ ആത്മാവിലായിരം സൂര്യമണ്ഡലം എന്നു പാടിയ മലയാളത്തിലെ മഹാകവികളുടെ പരമ്പരയിലെ അവസാനത്തെ കവിയും യാത്രയായി. ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഒരു കാലഘട്ടം തന്നെ ഏൽപ്പിച്ച ആവേശങ്ങളുടെയും ആഘാതങ്ങളുടെയും സത്യസന്ധമായ ആവിഷ്കാരം സ്വായത്തമാക്കിയ കാവ്യപ്രപഞ്ചത്തിൻ്റെ ഉടമ. അസ്തമയ സൂര്യനെ പോലെ ശാന്തരശ്മികൾ തൂകിക്കൊണ്ട് അക്കിത്തം അക്ഷരങ്ങളായി കവിതകളായി ഇപ്പോഴും നമുക്കൊപ്പമുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരന് വിജ്ഞാനപ്രദായിനിയുടെ 1000 ആദരാഞ്ജലികൾ. നമസ്കാരം. വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെ എല്ലാ അംഗങ്ങൾക്കും അഭ്യുതകാംക്ഷികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞങ്ങൾ വിജ്ഞാനപ്രദായിനിയുടെ ഭരണം ഏറ്റെടുത്തിട്ട് 2 വർഷക്കാലമാവുകയാണ്. ഭരണം ഏറ്റതിനു ശേഷം നമ്മുടെ ഗ്രന്ഥശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആയിരുന്നു. ഒരാഴ്ച നീണ്ടുനിന്ന ആഘോഷ പരിപാടി വളരെ ഗംഭീരമായി നടത്തുവാൻ കഴിയും. ബഹുമാന്യരായ സർവശ്രീ പ്രൊഫസർ MK സാനുമാഷ്, മുൻ ചീഫ് സെക്രട്ടറി ജയകുമാർ IAS എന്നിവരുടെ മഹനീയ സാന്നിധ്യം പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തെ സമ്പുഷ്ടമാക്കുവാൻ സാന്നിധ്യം പ്ലാറ്റിനം ജൂബിലിയെ ധന്യമാക്കി. ജൂബിലി ആഘോഷത്തെ സമ്പുഷ്ടമാക്കുവാൻ സഹായിച്ചവരെ ഓരോരുത്തരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അവരോടുള്ള
നിസ്സീമമായ നന്ദിയും സ്നേഹവും പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ 76-ാമത്തെ വാർഷികമാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഓൺലൈനായി നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മഹത് വ്യക്തികളെ വെബിനാറിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തവണയും ആഘോഷപൂർവമായി കൊണ്ടാടുകയാണ്. ഗ്രന്ഥശാലയുടെ എല്ലാ നല്ലവരായ അംഗങ്ങളെയും നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലി നടത്തിപ്പിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അച്ചടിപ്പിച്ചത് COVID-19 പശ്ചാത്തലത്തിൽ കുറച്ച് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ജൂബിലി നടത്തിയതിന് ശേഷം മിച്ചം വന്ന തുക കൊണ്ട് ഞങ്ങൾ വായനശാലയുടെ തെക്കേ കെട്ടിടത്തിന് മുകളിൽ ഡ്രസ് വർക്ക് ചെയ്ത് മനോഹരമാക്കുകയും പ്ലാറ്റിനം ജൂബിലി ഹാൾ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. അടുത്തിടെ അതിൽ ഫാനുകളും ലൈറ്റും ഇട്ട് മോടി പിടിപ്പിച്ചിട്ടുമുണ്ട്. ഫാനുകളെല്ലാം സംഭാവനയായി കിട്ടിയതാണ്. അതുപോലെ തന്നെ വളരെ അധികം പുസ്തകങ്ങൾ സംഭാവനയായി കിട്ടി. അവരെ എല്ലാം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അവരോടുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുകയും ചെയ്യുന്നു. കൂടാതെ ജാഗ്രത എന്ന സംഘടന നമുക്കൊരു LED TV സംഭാവനയായി നൽകി. അവരോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. പറയുവാൻ ഏറെയുണ്ട്. എനിക്ക് ശേഷം സംസാരിക്കുന്നവർ കൂടുതൽ കാര്യങ്ങൾ പറയും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എടുത്തു പറയാൻ വിട്ടുപോയവർ ക്ഷമിക്കണമെന്ന അഭ്യർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ജയ് വിജ്ഞാനപ്രദായിനി. 76-ാം വാർഷികാഘോഷങ്ങളുടെ 2ാം ദിവസമായ ഇന്ന് ഒരു കവിയരങ്ങോടുകൂടി തിരശീല ഉയരുന്നു. കവിയരങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യരെയും വിജ്ഞാനപ്രദായിനി സഹർഷം സ്വാഗതം ചെയ്യുന്നു. കവിയരങ്ങ് ഉദ്ഘാടനം ശ്രീ വയലാർ ഗോപാലകൃഷ്ണൻ. പ്രിയപ്പെട്ട വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെ പ്രവർത്തകര്, വായനക്കാര്, ഒരു വായനശാലയുടെ ഏതാണ്ട് 3/4 നൂറ്റാണ്ട് കാലത്തെ ചരിത്രമുറങ്ങുന്ന ആ ചരിത്രത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. 75 വർഷം പിന്നിടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാചീനത, ആ വായനശാലയുടെ പ്രാചീനത എന്താണ്?
കാലഘട്ടത്തിലെ ഇവിടുത്തെ ജനങ്ങളുടെ സാക്ഷരതയുള്ള അഭിനിവേശം എന്തായിരുന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ആലപ്പുഴ ജില്ലയിലുള്ള എല്ലാ ലൈബ്രറികൾക്കും അക്ഷരശാലകൾക്കും മാതൃകയാകത്തക്കവണ്ണം വാർഷിക പരിപാടികൾ നടന്നുകൊണ്ടിരുന്നതാണ്. ക്ലാസിക് കലകൾ അവതരണത്തോടുകൂടി കുട്ടികളുടെയും മുതിർന്നവരുടെയും സാഹിത്യ കലാ മത്സരങ്ങളോടുകൂടി വർണ്ണശബളമായ രീതിയിൽ വിജ്ഞാനപ്രദാനിയുടെ വാർഷികം കൊണ്ടാടിയ കാലമുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ഒരു നിർഭാഗ്യാവസ്ഥ ലോകത്തെ തന്നെ ഗ്രസിച്ച ഈ അവസരത്തിൽ പല പരിപാടികളും പരസ്ഥലത്തും ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിജ്ഞാനപ്രദാനിയുടെ 75-ാം വാർഷികവും നിശബ്ദം കടന്നു പോകുന്നു എന്നുള്ള അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഖേദമുണ്ട്. ഇത് ജില്ലയിലെ മൊത്തം ഒരു ഉത്സവമായി മാറേണ്ടതായിരുന്നു. എന്നാലും ഈ പരിമിതമായ ഈ മഹാമാരിയുടെ ഈ രക്തതാണ്ഡവത്തിനിടയിൽ പോലും ഇതിൻ്റെ പ്രവർത്തകർക്കും ബഹുജനങ്ങൾക്കും വായനക്കാർക്കും 75-ാം വർഷം അനുസ്മരിക്കണം എന്ന് തോന്നിയതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അതോടനുബന്ധിച്ച് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പ്രഗത്ഭരായ കവികൾ പങ്കെടുക്കുന്ന കവി സമ്മേളനം ഓൺലൈനായിട്ട് ഇതിലെ വായനക്കാരിലേക്കും ബഹുജനങ്ങളിലേക്കും എത്തിക്കുകയാണ്. ഇവിടെ പ്രശസ്തരായ കവികളും കവയത്രികളും അണിനിരന്നിട്ടുണ്ട്. അവരുടെ മനോഹരമായ കവിതകൾ കേൾക്കുവാൻ വന്നിരിക്കുന്നവർക്ക് സംതൃപ്തപരമായ രീതിയിൽ തന്നെ ഈ കവിയരങ്ങിലൂടെ സംഭാവനകൾ കവികൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായ വസ്തുത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മാതൃകാപരമായ വായന ശീലത്തിൻ്റെ മനോഹാരിത കാഴ്ചവെച്ചുള്ള വിജ്ഞാനപ്രദാനിയുടെ 75-ാം വർഷത്തെ അനുബന്ധിച്ച് നടക്കുന്ന ഈ കവിയരങ്ങ് എന്നോടൊപ്പം സഹകരിക്കുന്ന പ്രശസ്ത കവികളുടെ സാന്നിധ്യത്തിൽ മഹാസഭയായ നിങ്ങളുടെയും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരുടെയും അനുഗ്രഹ ആശയം കേട്ടുമായിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. വയലാർ ഗോപാലകൃഷ്ണൻ കാവ്യരംഗത്തെ പ്രതിഭാശാലി, വിജ്ഞാനപ്രദായിനിയുടെ ഏറ്റവും അടുത്ത അഭ്യുദയകാംക്ഷി, കവിയരങ്ങിൻ്റെ ചുമതലക്കാരൻ. ചെമ്പരത്തി ചേച്ചി ശ്രീ വയലാർ ഗോപാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. ചെമ്പരത്തി ചേച്ചി, ഇത് എൻ്റെ നാട്ടിലെ തന്നെ ഒരു ചേച്ചിയുടെ കഥയാണ്. സുന്ദരിയായ ആ ചേച്ചിക്ക് ചെമ്പരത്തിപ്പൂവിനോട് വളരെയധികം താല്പര്യമായിരുന്നു. എവിടെ ചെമ്പരത്തിപ്പൂ കണ്ടാലും അവരതിൽ ഉമ്മ വയ്ക്കുകയും തഴുകുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കുട്ടികളോടും ചെമ്പരത്തിപ്പൂക്കളോടുമുള്ള സ്നേഹം ആ ചേച്ചിയുടെ ആത്മസംതൃപ്തിയായിരുന്നു. പിന്നീട് ആ ചേച്ചിയുടെ പരിതാപകരമായ ഒരവസ്ഥയാണ് ഞാൻ ഈ കവിതകളിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ഇത് ആധുനിക കവിതയുടെ
പുതിയ മുഖമല്ല, പഴയ കവിതയുടെ പഴയ മുഖമാണ്. ധാരാളം ആൾക്കാർ വായിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ള കവിതയാണ്. പ്രഗത്ഭന്മാരായ കവികൾ ഉൾപ്പെടെ. ഞാനത് നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ആ കവിത അവതരിപ്പിക്കുകയാണ്. ചെമ്പരത്തി ചേച്ചി. നാട്ടുവഴിക്കരികിലൊരു ചെമ്പരത്തി പൂവ് കണ്ടാൽ ചേച്ചി അതിൽ നോക്കി നിൽക്കുമായിരുന്നു. നാട്ടുവഴിക്കരികിലൊരു ചെമ്പരത്തി പൂവ് കണ്ടാൽ ചേച്ചി അതിൽ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ആ ചെടിക്കരികിൽ ചെന്നു നിന്നു ചേച്ചി മെല്ലെ ചുണ്ടുകൊണ്ട് പൊട്ടുകുത്തുമായിരുന്നു. പിന്നെ ആ ചെടിക്കരികിൽ ചെന്നു നിന്നു ചേച്ചി മെല്ലെ ചുണ്ടുകൊണ്ട് പൊട്ടുകുത്തുമായിരുന്നു. തണുതണുത്തോരിതളുകളിൽ കവിളുരുമ്പി എന്റെ ചേച്ചി സരളലോലം കവിത മൂളുമായിരുന്നു. തണുതണുത്തോരിതളുകളിൽ കവിളുരുമ്പി എന്റെ ചേച്ചി സരളലോലം കവിത മൂളുമായിരുന്നു. മുത്തമിട്ട് ചെമ്പരത്തി പൂവഴകിൽ മുച്ചയായി ചേച്ചി നിൽക്കുമായിരുന്നു. മുത്തമിട്ട് ചെമ്പരത്തി പൂവഴകിൽ മുച്ചയായി ചേച്ചി നിൽക്കുമായിരുന്നു. പ്രണയസലിലമാകുമോർമ്മ മഴയിലെന്റെ ചേച്ചി നിന്ന് നനഞ്ഞ പാട്ടുപാടുമായിരുന്നു. പ്രണയസലിലമാകുമോർമ്മ മഴയിലെന്റെ ചേച്ചി നിന്ന് നനഞ്ഞ പാട്ടുപാടുമായിരുന്നു. പിന്നെ ജലകൊലുസിനഴകുണർത്തി മതിമറന്നു മുടിയുലച്ച് കളി പറഞ്ഞ് ചേച്ചി പോകുമായിരുന്നു. ജലകൊലുസിനഴകുണർത്തി മതിമറന്ന് മുടിയുലച്ച് കളി പറഞ്ഞ് ചേച്ചി പോകുമായിരുന്നു. ഇന്ന് അകമുറിയിലുണ്ടു ചേച്ചി മുടിയഴകിൽ ചെമ്പരത്തി ഇതളിരുകി ചിരിച്ചിരിച്ച് കണ്ണിറുക്കുന്നു. ഇന്ന് അകമുറിയിലുണ്ടു ചേച്ചി മുടിയഴകിൽ ചെമ്പരത്തി ഇതളിരുകി ചിരിച്ചിരിച്ച് കണ്ണിറുക്കുന്നു. ചെമ്പരത്തി ചേച്ചി തീർന്നു. അലിയാർ എം മാക്കിയിൽ. ഒരു ബഹുമുഖ പ്രതിഭ. കലാസാഹിത്യരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അസാധാരണ വ്യക്തിത്വം. പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സ്ഥാപക മെമ്പർ എന്നതിലുപരി 20 കൊല്ലം ആ സംഘടനയുടെ അധ്യക്ഷൻ, ഇപ്പോൾ രക്ഷാധികാരി. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗം. സവാക് എന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ. പാടവരമ്പത്ത് എന്ന 22 ചെറുകഥകൾ അടങ്ങിയ പുസ്തകത്തിൻ്റെ കർത്താവ്. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശകലനം ചെയ്യുന്ന അറിയില്ലല്ലോ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഇതിനെല്ലാമുപരി ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൗൺസിൽ അധ്യക്ഷൻ. ദിഗംബരൻ എന്ന ഗദ്യ കവിതയുമായി ആസ്വാദക ലോകത്തേക്ക് ശ്രീ അലിയാർ സർ. പ്രിയമുള്ളവരെ, നമ്മുടെ ഗ്രന്ഥശാലയുടെ വാർഷിക പരിപാടികൾക്ക് എല്ലാ ആശംസകളും. എൻ്റെ ദിഗംബരൻ എന്ന ഒരു ഗദ്യ കവിത വായിക്കുകയാണ്. ദിഗംബരൻ. എൻ്റെ ഗ്രാമത്തിൽ ഞങ്ങളുടെ വീടുകൾ കണ്ടെത്താൻ നിങ്ങൾ അപരിചിതർ ആരോടും വഴി ചോദിക്കേണ്ടതില്ല. എൻ്റെ ഗ്രാമത്തിൽ ഞങ്ങളുടെ വീടുകൾ കണ്ടെത്താൻ നിങ്ങൾ അപരിചിതർ ആരോടും വഴി ചോദിക്കേണ്ടതില്ല. എല്ലാ ഭവനങ്ങളിലും ഞങ്ങൾ നിറമുള്ള കൊടികൾ ഉയർത്തിയിട്ടുണ്ട്. എല്ലാ ഭവനങ്ങളിലും ഞങ്ങൾ നിറമുള്ള കൊടികൾ ഉയർത്തിയിട്ടുണ്ട്. പാറിപ്പറക്കാത്തത് കാറ്റില്ലാത്തത് കൊണ്ടല്ല, അപ്പനപ്പുപ്പന്മാരുടെ പിരാക്കുകൊണ്ടാണ്. ആ ശിലായുഗ പണ്ടാരങ്ങൾ അതൊക്കെ രഹസ്യമായാണ് സൂക്ഷിച്ചിരുന്നത്. ആ ശിലായുഗ പണ്ടാരങ്ങൾ അതൊക്കെ രഹസ്യമായാണ് സൂക്ഷിച്ചിരുന്നത്. കമ്പോളകാലത്തെ കച്ചവടം പരസ്യമാണല്ലോ. നൂജൻ കുട്ടികളെ, നിങ്ങൾ വരുമ്പോൾ ഹ്യൂമനിസം എന്നോ മറ്റോ സ്റ്റിച്ച് ചെയ്ത
ഒരു ഫ്ലാഗ് കരുതിക്കോളൂ. സിറ്റൗട്ടിൽ മറയായി തൂക്കാം, ദിഗംബരരായി അടിച്ചു പൊളിക്കാം. സിറ്റൗട്ടിൽ മറയായി തൂക്കാം, ദിഗംബരരായി അടിച്ചു പൊളിക്കാം. നാം നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും പടച്ചല്ലോ എന്നു പാടി ലെഗസി വിറ്റ് പുട്ടടിക്കാം. നാം നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും പടച്ചല്ലോ എന്നു പാടി ലെഗസി വിറ്റ് പുട്ടടിക്കാം. യെസ്, ദിഗംബരൻ. താങ്ക് യു. ലതാ പ്രസാദ് മുതുകുളം, VHSS മുതുകുളം അധ്യാപിക. ഒരു ഭക്തിഗാന ആൽബം പുറത്തിറക്കിയിട്ടുണ്ട്. ടീച്ചർ പായാരം എന്ന കവിതയിലൂടെ നമ്മെ പരിചയപ്പെടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതാ പ്രസാദ് മുതുകുളം. എൻ്റെ ഒരു കവിത പായാരം. പല്ലുകളില്ല മോണകൾ കാട്ടി പുഞ്ചിരി തൂകി മുത്തശ്ശൻ, താമ്പൂലത്തിൻ ചെല്ലവുമായി ചാരേ നിന്നു മുത്തശ്ശി. പല്ലുകളില്ല മോണകൾ കാട്ടി പുഞ്ചിരി തൂകി മുത്തശ്ശൻ, താമ്പൂലത്തിൻ ചെല്ലവുമായി ചാരേ നിന്നു മുത്തശ്ശി. പായാരങ്ങൾ ചൊല്ലുന്നു അവരാനന്ദത്തിൽ മുങ്ങുന്നു, ദശകം പലതു കഴിഞ്ഞിട്ടും അവരിപ്പോഴും ഒരുമിച്ചെപ്പോഴും. ദശകം പലതു കഴിഞ്ഞിട്ടും അവരിപ്പോഴും ഒരുമിച്ചെപ്പോഴും. വേറൊരു മുറിയിൽ പുത്രനതാ പുതു ലാപ്ടോപ്പിൽ തല തിരുകുന്നു, പാതിമയക്കം വന്നൊരു പത്നി പാവം നിദ്രയിലാഴുന്നു. തമ്മിൽ തമ്മിൽ കാണാനും ചെറു കിന്നാരങ്ങൾ ചൊല്ലാനും നേരം കിട്ടാറില്ലവരിപ്പോൾ രണ്ടും രണ്ടു ധ്രുവങ്ങളിലും. നേരം കിട്ടാറില്ലവരിപ്പോൾ രണ്ടും രണ്ടു ധ്രുവങ്ങളിലും. ചെറുമകനൊന്നുണ്ടവനോ ചെവിയിൽ തിരുകിയ വള്ളിയുമായിട്ട്, കയ്യിലിരിക്കും കുന്ത്രാണ്ടത്തിൽ തോണ്ടി രസിക്കും എപ്പോഴും. സ്വന്തം വീടിനു ചുറ്റിനും എന്തു നടക്കുന്നു എന്നറിയാതെ ഒരു വിരലാലവൻ ഉലകം മുഴുവനും ഒറ്റയിരിപ്പിൽ ചുറ്റുന്നു. ഒരു വിരലാലവൻ ഉലകം മുഴുവനും ഒറ്റയിരിപ്പിൽ ചുറ്റുന്നു. ഒരു മേൽക്കൂരയ്ക്കുള്ളിലിരിപ്പോർക്ക് ആശയവിനിമയമില്ലേലും ചറപറയെത്തും സന്ദേശങ്ങൾ ഉടനടി മറുപടി നൽകിയിടും. ചറപറയെത്തും സന്ദേശങ്ങൾ ഉടനടി മറുപടി നൽകിയിടും. തലമുറ തലമുറ കൈമാറുമ്പോൾ ബന്ധങ്ങൾ കിഴപൊട്ടുന്നു. തലമുറ തലമുറ കൈമാറുമ്പോൾ ബന്ധങ്ങൾ കിഴപൊട്ടുന്നു. എന്നു നമുക്കിനി മുങ്ങാനാകും പഴയൊരു സ്നേഹ പെരുമഴയിൽ. എന്നു നമുക്കിനി മുങ്ങാനാകും പഴയൊരു സ്നേഹ പെരുമഴയിൽ. നന്ദി, നമസ്കാരം. കരുവാറ്റ വിശ്വൻ. അമ്മയോടുള്ള സ്നേഹവും ആദരവും വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോഴും അവർക്കെന്നും താങ്ങും തണലുമാകുന്ന അച്ഛനെക്കുറിച്ചുള്ള വരികൾ വളരെ വിരളം. ഇവിടെ ശ്രീ വിശ്വൻ കരുവാറ്റ ഒരച്ഛൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. അച്ഛനോടാണ് ഏറെ ഇഷ്ടം എന്ന സ്വന്തം കവിതയിലൂടെ നഷ്ടങ്ങൾ നോക്കാതെ ഇഷ്ടങ്ങൾ ഒക്കെയും സാധിച്ചു തരുന്ന ഒരു അച്ഛനെക്കുറിച്ച് ശ്രീ കരുവാറ്റ വിശ്വൻ. ആധുനികമെന്ന എൻ്റെ കവിതാസമാഹാരത്തിൽ അച്ഛനോടാണ് ഏറെ ഇഷ്ടം എന്നുള്ളൊരു കവിത. പെറ്റുനോവേറിയിട്ടമ്മ പിടയുമ്പോൾ അതിലും പിടയുന്നു അച്ഛൻ്റെ നെഞ്ചകം. പെറ്റുനോവേറിയിട്ടമ്മ പിടയുമ്പോൾ അതിലും പിടയുന്നു അച്ഛൻ്റെ നെഞ്ചകം. കരയില്ലൊരച്ഛനും കരയാതെ കരയുന്ന കരളത് കാണുവാൻ കഴിയില്ലൊരുത്തർക്കും. അമ്മതൻ സ്നേഹം പ്രകടമാണെപ്പോഴും അച്ഛൻ്റെ സ്നേഹമാ നെഞ്ചിലാണ്. അമ്മതൻ സ്നേഹം പ്രകടമാണെപ്പോഴും
അച്ഛൻ്റെ സ്നേഹമാ നെഞ്ചിലാണ്. അമ്മ തൻ സ്നേഹവാത്സല്യമേൽക്കുമ്പോൾ അച്ഛൻ്റെ സ്നേഹം തിരിച്ചറിയില്ല നാം. മാറിൽ കിടത്തി താരാട്ടുപാടി തോളിൽ തട്ടി ഉറക്കും. പിച്ച നടക്കുമ്പോൾ വീഴാതിരിക്കുവാൻ കൂട്ടായി കൂടെ നടക്കും. മാറിൽ കിടത്തി താരാട്ടുപാടി തോളിൽ തട്ടി ഉറക്കും. പിച്ച നടക്കുമ്പോൾ വീഴാതിരിക്കുവാൻ കൂട്ടായി കൂടെ നടക്കും. കൈവിരൽ വിട്ടോടി കാൽ തട്ടി വീഴുമ്പോൾ നോവും മനസ്സുമായി കോരിയെടുത്തച്ഛൻ 100 മുത്തം പകരും. കൈവിരൽ വിട്ടോടി കാൽ തട്ടി വീഴുമ്പോൾ നോവും മനസ്സുമായി കോരിയെടുത്തച്ഛൻ 100 മുത്തം പകരും. കുറുമ്പത്തരങ്ങൾ പലവട്ടം കാട്ടുമ്പോൾ അരുതെന്നു ചൊല്ലി വിലക്കും. വീണ്ടും അതുതന്നെ കാട്ടുമ്പോൾ അടി തന്നു പിന്നെ വിലക്കും. കുറുമ്പത്തരങ്ങൾ പലവട്ടം കാട്ടുമ്പോൾ അരുതെന്നു ചൊല്ലി വിലക്കും. വീണ്ടും അതുതന്നെ കാട്ടുമ്പോൾ അടി തന്നു പിന്നെ വിലക്കും. അതു കഴിഞ്ഞടിപ്പാടിൽ മൃദുവായി തലോടുന്ന അച്ഛൻ്റെ മനമാര് കാണും. അതു കഴിഞ്ഞടിപ്പാടിൽ മൃദുവായി തലോടുന്ന അച്ഛൻ്റെ മനമാരു കാണും. ബാല്യത്തിൽ അച്ഛൻ്റെ ചേഷ്ടകളപ്പാടെ ഒപ്പിയെടുത്തച്ഛനാകാൻ ശ്രമിക്കും. ബാല്യത്തിൽ അച്ഛൻ്റെ ചേഷ്ടകളപ്പാടെ ഒപ്പിയെടുത്തച്ഛനാകാൻ ശ്രമിക്കും. കൗമാരമെത്തുമ്പോൾ മീശ മുളയ്ക്കുമ്പോൾ കാർക്കശ്യക്കാരനാണച്ഛൻ, മുൻകോപക്കാരനാണച്ഛൻ. കൗമാരമെത്തുമ്പോൾ മീശ മുളയ്ക്കുമ്പോൾ കാർക്കശ്യക്കാരനാണച്ഛൻ, മുൻകോപക്കാരനാണച്ഛൻ. അരുതെന്നു ചൊല്ലി വിലക്കുന്നവൻ അച്ഛൻ, അക്ഷരം പഠിക്കാൻ പറയുന്നവൻ അച്ഛൻ. അരുതെന്നു ചൊല്ലി വിലക്കുന്നവൻ അച്ഛൻ, അക്ഷരം പഠിക്കാൻ പറയുന്നവൻ അച്ഛൻ. തന്നോളമായാലും മുഖമൊന്നു വാടിയാൽ തേങ്ങുന്നൊരച്ഛന് കുഞ്ഞുകിടാവുപോൽ തന്നെയാണെന്നെന്നും. തന്നോളമായാലും മുഖമൊന്നു വാടിയാൽ തേങ്ങുന്നൊരച്ഛന് കുഞ്ഞുകിടാവുപോൽ തന്നെയാണെന്നെന്നും. മക്കൾ തൻ നന്മയ്ക്കായി മനസ്സിൻ ശ്രീകോവിലിൽ തുലാഭാരമെത്രയോ തൂങ്ങുമച്ഛൻ. സംഘർഷഭരിതമാണ് ആ മനസ്സെങ്കിലും സങ്കടം തെല്ലും അറിയിക്കില്ലാരെയും. 100 പ്രശ്നങ്ങൾ ഒരുപോലലട്ടിലും കുടുംബത്തിനായി പൊരുതും. ചിരി തൂകി നിൽക്കാൻ ശ്രമിക്കും, നെടുവീർപ്പിലെല്ലാം ഒതുക്കും. 100 പ്രശ്നങ്ങൾ ഒരുപോലലട്ടിലും കുടുംബത്തിനായി പൊരുതും. ചിരി തൂകി നിൽക്കാൻ ശ്രമിക്കും, നെടുവീർപ്പിലെല്ലാം ഒതുക്കും. നേർവഴി കാട്ടി വളർത്തി വലുതാക്കാൻ അച്ഛൻ വിയർത്ത വിയർപ്പാരു കാണുന്നു. ഏറെ തളർന്നാലും കൂടൊന്നു കൂട്ടുവാൻ രക്തം വിയർപ്പാക്കി മാറ്റും. ഏറെ തളർന്നാലും കൂടൊന്നു കൂട്ടുവാൻ രക്തം വിയർപ്പാക്കി മാറ്റും. പൊന്നോമനമോൾക്ക് താലിഭാഗ്യം നൽകാൻ നെട്ടോട്ടമോടുന്നൊരച്ഛനെ ആരു കാണുന്നു. ആ വേർപാടിൽ തകരുന്ന ഹൃദയത്തുടിപ്പാരു കേൾക്കുന്നു. പൊന്നോമനമോൾക്ക് താലിഭാഗ്യം നൽകാൻ നെട്ടോട്ടമോടുന്നൊരച്ഛനെ ആരു കാണുന്നു. ആ വേർപാടിൽ തകരുന്ന ഹൃദയത്തുടിപ്പാരു കേൾക്കുന്നു. അഷ്ടദിക്പാലകർ നോക്കി നിൽക്കേ
അതുവരെ തിരിവെച്ചു പൂജിച്ച കുലദൈവവും നോക്കി നിൽക്കേ യമധർമ്മദേവനൻ അച്ഛൻ്റെ ആത്മാവ് തട്ടിപ്പറിച്ചങ്ങെടുത്തു. ജീവരക്തം നൽകി പോറ്റിയോരച്ഛൻ്റെ ചിതയെരിഞ്ഞമർന്നതു കാണാൻ മനക്കരുത്തെങ്ങനെ നേടി. ജീവിതവീഥിയിൽ പതറാതിരിക്കുവാൻ ഉപദേശമെത്രയോ നൽകുമച്ഛൻ. ജീവിതവീഥിയിൽ പതറാതിരിക്കുവാൻ ഉപദേശമെത്രയോ നൽകുമച്ഛൻ. നഷ്ടങ്ങൾ നോക്കാതെ ഇഷ്ടങ്ങളൊക്കെയും സാധിച്ചു നൽകുന്നോരച്ഛനോടാണേറെ ഇഷ്ടം. നഷ്ടങ്ങൾ നോക്കാതെ ഇഷ്ടങ്ങളൊക്കെയും സാധിച്ചു നൽകുന്നോരച്ഛനോടാണേറെ ഇഷ്ടം. അച്ഛൻ്റെ ആത്മാവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസമെന്നെ നയിപ്പൂ, വിശ്വാസമെന്നെ രക്ഷിപ്പൂ. നഷ്ടങ്ങൾ നോക്കാതെ ഇഷ്ടങ്ങളൊക്കെയും സാധിച്ചു നൽകുന്നോരച്ഛനോടാണേറെ ഇഷ്ടം. അച്ഛൻ്റെ ആത്മാവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസമെന്നെ നയിപ്പൂ, വിശ്വാസമെന്നെ രക്ഷിപ്പൂ. നന്ദി, നമസ്കാരം. ഇത് അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. നന്ദി. മുഹമ്മദ് ഷബീർ, ആലപ്പുഴ ലജനത്ത് മുഹമ്മദ് സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റ്. തൊട്ടാവാടി എന്ന കവിതാശകലവുമായി ശ്രീ മുഹമ്മദ് ഷബീർ. കവിതയുടെ പേര് തൊട്ടാവാടി. ഇലത്തുമ്പിലേക്ക് പറന്നിറങ്ങിയ ശലഭത്തോട് തൊട്ടാവാടി, നീ എന്തിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നിലേക്കെത്തുന്നു? നിന്റെ ചിറകടികൾ എൻ്റെ ഈ സ്വരമുക്ത ലോകത്തെ ശബ്ദമയമാക്കുന്നു. നിന്റെ ചിറകടികൾ എൻ്റെ ഈ സ്വരമുക്ത ലോകത്തെ ശബ്ദമയമാക്കുന്നു. ഇവിടെ ഈ പള്ളിക്കാട്ടിൽ നിലച്ചുപോയ ജീവൻ്റെ തലയ്ക്കലും കാൽക്കലും അടയാളപ്പിടപ്പാകുമ്പോൾ, ഇവിടെ ഈ പള്ളിക്കാട്ടിൽ നിലച്ചുപോയ ജീവൻ്റെ തലയ്ക്കലും കാൽക്കലും അടയാളപ്പിടപ്പാകുമ്പോൾ, എത്തുമൊരു ചുവടനക്കത്തിൽ ഉണരാൻ, പിടഞ്ഞുരുമ്മി തളരാൻ എന്നിലെ ഞാൻ കാത്തിരിക്കുന്നു. ശലഭമേ, വന്നിരുന്ന് എന്നെ തളർത്താതെ അകലുക, ആവോളം ആവോളം അകലുക. നന്ദി. ഇനി ഒരെണ്ണം കൂടി തരാം. അംബിക രാധാകൃഷ്ണൻ, ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. വിജ്ഞാനപ്രദായിനി വനിതാ വേദിയിലെ സജീവ അംഗം. ലൈബ്രറി കൗൺസിൽ ജില്ലാ താലൂക്ക് തലത്തിൽ നടത്തിയ വായനാ മത്സരത്തിൽ യഥാക്രമം 2ഉം 1ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കാവ്യരംഗത്ത് ശ്രദ്ധേയായ മുന്നേറ്റം. മഴച്ചുവടുകൾ എന്ന കവിതയുമായി കവിയരങ്ങിൽ. ഞാൻ അംബിക രാധാകൃഷ്ണൻ, വിജ്ഞാന വനിതാ വേദിയിലെ അംഗമാണ്. എൻ്റെ ഒരു കവിത മഴച്ചുവടുകൾ, അത് ആലപിക്കുകയാണ്. ജ്വലിക്കുന്ന സൂര്യനെ മറയ്ക്കുള്ളിലാക്കി കാർമുകിൽ കമ്പളം മാനത്തു തീർത്തു. തപിക്കുന്ന ഭൂമിതൻ ഹൃദയതാപം കുഞ്ഞിളം തെന്നൽ മുകിലിനോടോതി. ദൂതൻ്റെ മൊഴിക്കൊരു മറുമൊഴി വേണം, പാതിരാവിൻ പടി കയറിയിറങ്ങി. നീർമണി മുത്തായി പെയ്തിറങ്ങി, മുകിലൊരു മഴപ്പെണ്ണായി ഭൂമിയെ പുൽകി. തുടിതാളതൃത്ത ചുവടുകൾ വെച്ചു, പുതുമണ്ണിൻ ഗന്ധമുയർന്നു പൊങ്ങി. പുലർകാല സൂര്യൻ നനഞ്ഞു നിന്നു, ശ്യാമവർണ്ണച്ചേല ഭൂമിയുടുത്തു. ശ്യാമവർണ്ണച്ചേല ഭൂമിയുടുത്തു. ഇക്കിളി പൂണ്ടൊരു മരച്ചില്ലയൊക്കെയും വ്രീളാമുഖിയായി തരിച്ചു നിന്നു. പാറിപ്പറക്കുന്ന പക്ഷികളൊക്കെയും ചിറകൊതുക്കി കൂട്ടിൽ ധ്യാനത്തിലായി. കൂട്ടുകുമ്മായത്താൽ ചന്തമേറ്റി പടിമുറ്റം നീരാടി തെളിഞ്ഞു നിന്നു. അടിയിലെ മണ്ണിൻ്റെ വരണ്ട ദാഹം
തീർക്കുവാനാകാതെ മഴപ്പെണ്ണു തേങ്ങി. തുടിതാളച്ചുവടുകൾ മാറിത്തുടങ്ങി, ദ്രുതതാളച്ചുവടുകൾ ആടിത്തുടങ്ങി. മിന്നൽ കൊടികളും ദുന്ദുഭി ഘോഷവും ഭൂതഗണങ്ങളായി കൂടെയെത്തി, ഭൂതഗണങ്ങളായി കൂടെയെത്തി. മഴപ്പെണ്ണു താണ്ഡവ നൃത്തമാടി, കാവലാം വൃക്ഷങ്ങൾ കടപുഴകി. അമ്മയാം ഭൂമി പൊട്ടിക്കരഞ്ഞു, ശമനതാളത്തിൽ പെണ്ണുരംഗം മറഞ്ഞു, ശമനതാളത്തിൽ പെണ്ണുരംഗം മറഞ്ഞു. നന്ദി. മങ്കൊമ്പ് ശിവദാസ് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ നിന്നും വിരമിച്ചു. മികവും മാധുര്യവും ഏറുന്ന കവിതകളുടെ ഉടമ. അഴീക്കോട് വിമർശിക്കപ്പെടുന്നു, കോളാമ്പിയിലേക്ക് എന്നീ ചെറുകഥാ സമാഹാരങ്ങൾ, ശുനകരാത്രി എന്ന നോവൽ, കുട്ടനാട് പാട്ട് പാക്കേജ് എന്ന ഓഡിയോ CD എന്നിവയിലൂടെ വളരെ ശ്രദ്ധേയനായ കലാസാഹിത്യകാരൻ. ഇപ്പോൾ സിനിമാ രംഗത്ത് തിരക്കഥാരചന, സംവിധാനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നു. കൊറോണ കാലത്ത് ഒരു ലോക്ക്ഡൗൺ കവിതയുടെ സംഗീതാവിഷ്കാരവുമായി ശ്രീ മങ്കൊമ്പ്. മങ്കൊമ്പിൻ്റെ രചനയ്ക്ക് ആലാപനം നടത്തിയിരിക്കുന്നത് ശ്രീമാൻ സുവിൻ ദാസ് ആണ്. ഒരു കുലം നാം എന്നതോർക്കാൻ മറന്നു, ഒരു വിളിയാഗോള നിലവിളിയായി. ഒരു കുലം നാം എന്നതോർക്കാൻ മറന്നു, ഒരു വിളിയാഗോള നിലവിളിയായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, നമുക്കൊരു വൈറസ് എന്ന നുര ചെയ്തുമില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, നമുക്കൊരു വൈറസ് എന്ന നുര ചെയ്തുമില്ല. ഒരു കുലം നാം എന്നതോർക്കാൻ മറന്നു, ഒരു വിളിയാഗോള നിലവിളിയായി. കഴിഞ്ഞ പോലനാഥവീഥികൾ, ബദ്ധശത്രുക്കളെല്ലാം ഒരു മുറിയിൽ. യുദ്ധം കഴിഞ്ഞ പോലനാഥവീഥികൾ, ബദ്ധശത്രുക്കളെല്ലാം ഒരു മുറിയിൽ. നായയും പൂച്ചയും ഈച്ചയും പറവയുമേ ഭൂമി തന്നുത്സവ പൂരമൈതാനിയിൽ. നായയും പൂച്ചയും ഈച്ചയും പറവയുമേ ഭൂമി തന്നുത്സവ പൂരമൈതാനിയിൽ. ഒരു കുലം നാം എന്നതോർക്കാൻ മറന്നു, ഒരു വിളിയാഗോള നിലവിളിയായി. മനുഷ്യനും ഈശ്വരനും ആ വാതിൽ ചാരി, ഒരു വാതിൽ കോട്ടയിൽ കണ്ണാടി നോക്കുന്നു. മനുഷ്യനും ഈശ്വരനും ആ വാതിൽ ചാരി, ഒരു വാതിൽ കോട്ടയിൽ കണ്ണാടി നോക്കുന്നു. യുഗാവതാരത്തിൻ പുനഃസംപ്രേഷണം, ഒരേയൊരു നക്ഷത്രം തന്ന കണ്ണാടിയിൽ. യുഗാവതാരത്തിൻ പുനഃസംപ്രേഷണം, ഒരേയൊരു നക്ഷത്രം തന്ന കണ്ണാടിയിൽ. ഒരു കുലം നാം എന്നതോർക്കാൻ മറന്നു, ഒരു വിളിയാകോ
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, നമുക്കൊരു വൈറസ് എന്നങ്ങുര ചെയ്തുമില്ല. ഒരു കുലം നാം എന്നതോർക്കാൻ മറന്നു, ഒരു വിളിയാഗോള നിലവിളിയായി. കൈനഗിരി അപ്പച്ചൻ ഒരു മുഴുവൻ സമയ കലാസാഹിത്യോപാസകൻ. പുന്നപ്ര ശാന്തിഭവൻ ട്രസ്റ്റി സത്യമൂർത്തി ഭവാൻ വീണ്ടും എന്ന കവിത ആലാപനം ചെയ്യുന്നു. ഞാൻ കൈനഗിരി അപ്പച്ചൻ. എൻ്റെ കവിത സത്യമൂർത്തി ഭവാൻ വീണ്ടും. നീയുണ്ടു 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 നാഥ, നേരിൻ്റെ നെറിവിൻ്റെ നിറവിൻ്റെ നാഥ. തീയുണ്ടകൾക്കില്ല നിൻ സത്യശക്തി, നീ ഇന്ദു ചൂടനാണിന്ദു പുഷ്പം. നീയാണു മായം മണക്കാത്ത സത്യം, സാക്ഷാൽ ഹരിശ്ചന്ദ്ര ജന്മപുണ്യം. നീ സത്യപൂജാരി കർമ്മയോഗി, സാധിഷ്ഠരെ പോലെ ലാളിത്യവാൻ. നീ അർത്ഥനഗ്നൻ നിസ്വപ്രതീകം, നീ ക്രിസ്തുമാർഗേ ചരിച്ച പുണ്യം. മുത്തു നബിയുണ്ടു നിന്റെ ഹൃത്തിൽ, മുത്തു നിറഞ്ഞതാണ് ആർദ്രചിത്തം. നീ കണ്ട സ്വപ്നം അതേതൊരുത്തും, നീ കണ്ട സ്വപ്നം അഹിംസമന്ത്രം. നീ കണ്ട സ്വപ്നം സമർമ്മതിക്കായി, നീളുന്നു കൈകൾ നിനക്കു മുന്നിൽ. നീ കണ്ട സ്വപ്ന സമർമ്മതിക്കായി, നീളുന്നു കൈകൾ നിനക്കു മുന്നിൽ. പുതിയ കാലത്തിൻ പുതുമുഖങ്ങൾ പതറുന്നു ഗാന്ധി മാർഗത്തിൽ നിന്നും. പിടയുന്നു സ്വാതന്ത്ര്യ പെൺപിറാക്കൾ പകലോന്റെ വെട്ടത്തിൽ പോലുമിന്ന്. ഹത്രസിലെ പെൺകുരുന്നു പൂവിൻ ചിത്രവധം കണ്ടു ഞെട്ടി ഇന്ത്യ. എത്ര കബോധവധം നടന്നു, ഇന്ത്യ ഉരുകാത്തതെന്തിനിയും. എത്ര കബോധവധം നടന്നു, ഇന്ത്യ കരയാത്തതെന്തിനിയും. ഉള്ളുകൊള്ളിക്കും നൃശംസതകൾ, ഉള്ളവർക്കെല്ലാം വെറും കഥകൾ. ഗാന്ധിഗന്ധം മറന്നിന്ത്യ വീണ്ടും പ്രാന്തപ്രളയത്തിൽ താണുവെന്നോ. സത്യമൂർത്തേ ഭവാൻ വീണ്ടും വരൂ, സത്യാഗ്രഹ പന്തൽ ശൂന്യമിപ്പോൾ. വാമൂടിക്കെട്ടിയ ലോകമാണ്, വായടച്ചിരിപ്പുണ്ടെന്നെല്ലാവരും. വാമൂടിക്കെട്ടിയ ലോകമാണ്, വായടച്ചിരിപ്പുണ്ടെന്നെല്ലാവരും. നീയുണ്ടു 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 നാഥ, നേരിൻ്റെ നെറിവിൻ്റെ നിറവിൻ്റെ നാഥ. നന്ദി, നമസ്കാരം. ഡോക്ടർ വിനിത അനിൽകുമാർ പാതിരപ്പള്ളി ഹോംകോയിൽ ജോലി ചെയ്യുന്നു. നല്ലൊരു സാംസ്കാരിക പ്രവർത്തക. 39 കവിതകളുടെ സമാഹാരമായ അതിജീവനത്തിൻ്റെ കർത്താവ്. മലയാള കാവ്യസാഹിതി ജില്ലാ സെക്രട്ടറിയാണ്. ഏറ്റവും നല്ല കവിതാ രചനയ്ക്കുള്ള സർഗം സാഹിത്യവേദിയുടെ കവിതാ പുരസ്കാരം 2016 കോട്ടയം അക്ഷരവേദിയുടെ പുരസ്കാരം 2019 ലഭിച്ചിട്ടുണ്ട്. ഞാനൊരു കവിത എന്ന മധുരമനോഹരമായ കവിതയുമായി ഡോക്ടർ വിനിത രംഗത്ത്. നമസ്കാരം. ഈ സതുദ്യമത്തിന് പിന്നിലുള്ള എല്ലാ സുമനസ്സുകൾക്കും ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും വന്ദനം ചൊല്ലിക്കൊണ്ട് എൻ്റെ ഒരു ചെറിയ പുസ്തകം അതിജീവനം എന്ന സമാഹാരത്തിലെ കവിതാ സമാഹാരത്തിലെ ഞാനൊരു കവിത എന്ന ഒരു കൊച്ചു കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ പേര് വിനിത, മാരാരിക്കുളം സ്വദേശിയാണ്. കവിതയുടെ പേര് ഞാനൊരു കവിത. കവിതയൊരപ്സര സുന്ദരിയായി നൂപുരമണിഞ്ഞു നിൽക്കും, നുകരും ചൊടികൾ
മധുരിതമൊരു നവലഹരിയിലുണർന്നു ചേരും. മനസ്സിൻ മഞ്ജീരധ്വനിമായ വിരലിൽ നിറഞ്ഞു തൂവും. മാസ്മര വിഭ്രമ നിമിഷത്തിൻ നറുമുല്ലകൾ പൂത്തു തളിർക്കും. അഴകിന്നലകൾ വർണ്ണം തികഞ്ഞോരഴകിന്നക്ഷരമാകും. നാനാർത്ഥങ്ങളും അറിവായി നിറവിൻ നിറമാലകളായണിയും. കരളിൻ കഥന കണികകൾ പോലും മിന്നും തുഷാരമാകും. മായാനർത്തന വേദിക തന്നിൽ മയൂര നടനം ചെയ്യും. കാറ്റും കടലും കാണാമലയും കണ്ണിമ ചിമ്മിത്തെളിയും. കുറിഞ്ഞി പൂക്കും താഴ്വാരങ്ങൾ കുണുങ്ങി നിന്നു ചിരിക്കും. പ്രകൃതി വികൃതികളെങ്കിലുമെന്നും കാണാൻ കൊതിച്ചു നിൽക്കും. കവിയാം കാമുക മാനസരെന്നും ഉള്ളു തുറന്നതു പാടും. കളിയായുന്ന കവിളിണ തഴുകാൻ കരതലമൽപ്പം നീട്ടും. കനവിന്നനുത്ത പായ്വഞ്ചികളാ മിഴിയിൽ മിഴിവായി ചേർക്കും. കുങ്കുമതിലകം ചാർത്തുമുഷസ്സിൻ ചുംബനലഹരിയിലുണരും. അന്തിച്ചോപ്പിൻ അശ്രുകണത്തിൻ ആർദ്രാവിരഹം പെയ്യും. കൂരിരുളിൻ കരി കമ്പിളിയേന്തും ഇരവിനെ കിളി കൂട്ടും. വാർമഴവില്ലിൻ വർണ്ണം നിറയും സ്വപ്നച്ചിറകായുയരും. നുകർന്നു തീരാ പ്രകൃതി സുഹൃത കനലിൻ പൊരികളുതിർക്കും. നനുത്ത ചൂടേറ്റനന്തകാലം കെടാത്ത കവിത തെളിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്യാം തകഴി പ്രൗഢകേരളം എന്ന കവിതയിലൂടെ നാടിൻ്റെ അഭിമാനം വിളിച്ചു പറയുന്നു. കാവ്യപ്രയാണം എന്ന കവിതാ സമാഹാരത്തിൻ്റെ കർത്താവ്. നമസ്കാരം, ഞാൻ ശ്യാം തകഴി. എൻ്റെ കാവ്യപ്രയാണം എന്ന പുസ്തകത്തിലെ പ്രൗഢകേരളം എന്ന കേരളത്തിനെ വാഴ്ത്തിക്കൊണ്ടുള്ള കവിത ചൊല്ലാം. മാതൃകാദേശമായി മാമലച്ചായ് വിതിൽ മൂന്നടി മണ്ണായുയർന്ന ഭംഗി. മാതൃകാദേശമായി മാമലച്ചായ് വിതിൽ മൂന്നടി മണ്ണായുയർന്ന ഭംഗി. ഈശൻ്റെ സ്വന്തമെന്നീ മനോജ്ഞാംഗിയെ ഈറനാം കഞ്ചുകം കണ്ടു വാഴ്ത്തി. നിൻ സുഗന്ധങ്ങളെ ലോകം തിരഞ്ഞതിൻ കാലടിപ്പാട് ചരിത്രമെങ്ങും. നിൻ വസന്തത്തിൻ നവോത്ഥാന മൂല്യങ്ങൾ ആർഷഭൂവിൻ മാർഗദീപമായി. അയ്യനാം കാളി ശ്രീ ചട്ടമ്പി സ്വാമികൾ, ശാന്തനാം ശ്രീ ഗുരുനാരായണൻ, മന്ദമായി വീറ്റിയായി മൗലവി വക്കമായി വിണ്ണിതിൽ താരകൾ ഏറെ മിന്നി. പാരിതിൽ ശ്രേഷ്ഠയാം കേരള മാതാവേ, നന്മയാം കൈരളി നീ ചുരന്നു. സാഹിത്യനായകർ ചട്ടങ്ങൾ മാറ്റിച്ചു നൃത്തങ്ങൾ കീർത്തിക്കു കേളികൊട്ടി. വിദ്വേഷമില്ലാ നാം വിദ്യയെ പുൽകിയ രാഷ്ട്രബോധം പേറും വിശ്വപൗരർ. കേരം നിറഞ്ഞമേ ആഴിത്തലോടും നിൻ കേൾവികൾ കാക്കാൻ പ്രതിജ്ഞ ചെയ്വൂ. കേരം നിറഞ്ഞമേ ആഴിത്തലോടും നിൻ കേൾവികൾ കാക്കാൻ പ്രതിജ്ഞ ചെയ്വൂ. നന്ദി. മുരളി കാരാട്ട്, സ്വദേശം പാലക്കാട്. ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രി പാലക്കാടിൽ കൺവീനർ HR ആൻഡ് അഡ്മിനായി ജോലി നോക്കുന്നു. വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്തിൽ വിരാജിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. കോളേജ് പഠനകാലത്ത് കവിതകൾ എഴുതി തുടങ്ങി. കവിതകളും ലേഖനങ്ങളും ആനുകാലികങ്ങളിലും ഓൺലൈൻ മാസികകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
ഇതിവൃത്തം എന്ന ഓൺലൈൻ മാസികയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരു കവിതാ സമാഹാരവും ജീവിതം ഓർമ്മകൾ അനുഭവങ്ങൾ എന്ന ബാല്യകാല സ്മരണകളും പ്രസിദ്ധീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ അവതരിപ്പിക്കുന്ന കവിത കാടകം വാഴട്ടെ. പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്കെതിരായ പ്രതിഷേധത്തിൻ്റെ കവിത. കാടുകളെയും ആദിവാസികളെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണെന്നും പ്രകൃതിയുടെ നിലനിൽപ്പിന് അത് അത്യന്താപേക്ഷിതമാണെന്നും ഉറക്കെ പറയുന്ന കവിത. നമസ്കാരം, ഞാൻ മുരളി കാരാട്ട്. ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കവിത കാടകം വാഴട്ടെ. പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്കെതിരായ ഒരു കവിത. ആദിവാസികളും പ്രകൃതിയും നമുക്ക് അത്യാവശ്യമാണ്. അത് പ്രകൃതിയുടെ നിലനിൽപ്പിനും ആവശ്യമാണ് എന്ന് ഉറക്കെ ചിന്തിക്കുന്ന ഒരു കവിത. കാടകം വാഴട്ടെ. കാടവിട മക്കളെ കാടവിട മക്കളെ കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ. കാടവിട മക്കളെ കാടവിട മക്കളെ കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ. കാട്ടുപൂക്കൾ തൻ മണമെവിട മക്കളെ കാട്ടുപെണ്ണഴകിൻ കറുപ്പെവിട മക്കളെ. മരതകപ്പച്ചയുടെ ചാഞ്ചാട്ടമെവിടെ കതിരിട്ടു നിൽക്കുന്ന പാടങ്ങളെവിടെ. ഹൃദയത്തുടിപ്പുള്ള വനഗീതമെവിടെ കാട്ടുമൂപ്പാന്റെ മന്ത്രങ്ങളെവിടെ. കാടായ കാടൊക്കെ മുഖരിതമാക്കിടും മുളങ്കാടു തീർക്കുന്ന ഈണങ്ങളെവിടെ. കാട്ടിലെ കളകള നാദങ്ങളെവിടെ. പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യമെവിടെ. ഇന്നിവിടെ ഊരിലെ ശീലങ്ങൾ മാറി ജീപ്പുകൾ കാറുകൾ പായുന്ന വീഥികൾ. ഇന്നിവിടെ ഊരിലെ ശീലങ്ങൾ മാറി ജീപ്പുകൾ കാറുകൾ പായുന്ന വീഥികൾ. പരിഷ്കാര കോമരം തുള്ളിക്കളിക്കുന്ന കരളുകൾ കരിയുന്ന മണമിവിടെ ബാക്കി. പരിഷ്കാര കോമരം തുള്ളിക്കളിക്കുന്നു കരളുകൾ കരിയുന്ന മണമിവിടെ ബാക്കി. ഭൂമിയുടെ തൊണ്ടുകൾ തട്ടിപ്പറിച്ചു ഉന്മാദലഹരികൾ ഞങ്ങളിൽ നിറച്ചു. ഭൂമിയുടെ തൊണ്ടുകൾ തട്ടിപ്പറിച്ചു ഉന്മാദലഹരികൾ ഞങ്ങളിൽ നിറച്ചു. അച്ഛനെ അറിയാതെ വളരുന്ന മുട്ടുകൾ ഇണം വറ്റി ശോഷിച്ച ഞരമ്പുകൾ ബാക്കി. നമ്മളു കൊയ്യും വയലുകളെല്ലാം തമ്മുളേതാറും പൈങ്കിളിയെ. പോയവർ പാടിയ ഈണങ്ങളൊക്കെയും ഈറനണിഞ്ഞു കുതിർന്നു പോയല്ലോ. മാറണം മാറ്റണം നിങ്ങളുടെ രീതികൾ ചെങ്കോലിന്ത്യ ഭരണവർഗങ്ങളെ. മാറണം മാറ്റണം നിങ്ങളുടെ രീതികൾ ചെങ്കോലിന്ത്യ ഭരണവർഗങ്ങളെ. കണ്ണു തുറന്നൊന്നു കാണുവാൻ പഠിക്കണം. മനസ്സുകൾ മാറ്റണം മനുഷ്യരെ അറിയണം. കണ്ണു തുറന്നൊന്നു കാണുവാൻ പഠിക്കണം. മനസ്സുകൾ മാറ്റണം മനുഷ്യരെ അറിയണം. കാടിൻ്റെ മക്കളായി തുടരണം ഞങ്ങൾക്ക്. കാടിൻ്റെ വഴികളിൽ വെളിച്ചം വിതരണം. കാട്ടുപൂഞ്ചോലയിൽ കുളിരുകൾ തേടണം. ഉദിച്ചു പൊങ്ങിടണം സൂര്യതേജസ്സുപോ. കാടിൻ്റെ മക്കളായി തുടരണം ഞങ്ങൾക്ക്. കാടിൻ്റെ വഴികളിൽ വെളിച്ചം വിതരണം. കാട്ടുപൂഞ്ചോലയിലെ കുളിരുകൾ തേടണം. ഉദിച്ചു
തേജസ് പോ. കാടകം വാഴട്ടെ, കാടകം വാഴട്ടെ, കാടകം വാഴട്ടെ. കാടകം വാഴട്ടെ, കാടകം വാഴട്ടെ, കാടകം വാഴട്ടെ. ലത രാജീവ് ശ്രദ്ധേയായ ഒരു കവയത്രി. മലയാള കാവ്യസാഹിതിയുടെ ആലപ്പുഴ പത്തനംതിട്ട ജില്ലാ മേഖല അധ്യക്ഷയാണ്. നമ്മുടെ ഗ്രന്ഥശാല സെമിനാറുകളിൽ സജീവ സാന്നിധ്യം. മഴ എന്ന മധുര മനോഹരമായ ഒരു കവിതയുമായി ശ്രീമതി ലത പെയ്തിറങ്ങുന്നു. നമസ്കാരം, ഞാൻ ലത രാജീവ്. പ്രിയമുള്ളവരെ, പഴവീട് വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓൺലൈൻ കവിയരങ്ങിൽ ഞാനും എൻ്റെ ഒരു എളിയ കവിതയുമായി എത്തുകയാണ്. സദയം സ്വീകരിച്ചാലും. എൻ്റെ കവിതയുടെ പേര് മഴ. മഴയായി വന്നു നീ എന്നിൽ കുളിരേകുന്നു, മഴയെന്നുമെന്നിൽ ഒരു നിശ്വാസമായിരുന്നു. അത് കനിവിൻ്റെ നിറവിൻ്റെ പുണ്യമായിരുന്നു. എന്നുമെൻ സ്വപ്നമായിരുന്നു. മഴയായി വന്നു നീ എന്നിൽ കുളിരേകുന്നുവോ, മഴയെന്നുമെന്നിൽ ഒരു നിശ്വാസമായിരുന്നു. അത് കനിവിൻ്റെ നിറവിൻ്റെ പുണ്യമായിരുന്നു. എന്നുമെൻ സ്വപ്നമായിരുന്നു. ജലകണമായി പതിക്കുന്ന കാർമേഘശകലങ്ങളെ തിരിച്ചറിയുന്നു ഞാൻ, നീ മഴയാണെന്ന സത്യം. ജലകണമായി പതിക്കുന്ന കാർമേഘശകലങ്ങളെ തിരിച്ചറിയുന്നു ഞാൻ, നീ മഴയാണെന്ന സത്യം. കടലിനുമുണ്ടൊരു കഥ പറയാൻ, കടലിനുമുണ്ടൊരു കഥ പറയാൻ. തിളയ്ക്കുന്ന സൂര്യൻ്റെ ചൂടേറ്റു നീരാവിയായി മാറിയൊരു കഥനകഥ. കടലിനുമുണ്ടൊരു കഥ പറയാൻ. തിളയ്ക്കുന്ന സൂര്യൻ്റെ ചൂടേറ്റു നീരാവിയായി മാറിയൊരു കഥനകഥ. എങ്കിലും അവളുടെ നിശ്വാസച്ചൂടിൽ കാർമേഘങ്ങൾ പൊഴിക്കുമീ മഴയിൽ സ്വയമലിഞ്ഞില്ലാതെയായൊര കഥനകഥ. കാർമേഘങ്ങൾ പൊഴിക്കുമീ മഴയിൽ സ്വയമലിഞ്ഞില്ലാതെയായൊര കഥനകഥ. ഇടവമാസക്കുളിരിൽ മയങ്ങുമീ പ്രകൃതിയെ വാരിപ്പുണരാൻ വെമ്പൽ കൊള്ളുമീ സൂര്യകിരണങ്ങളെ. ഇടവമാസക്കുളിരിൽ മയങ്ങുമീ പ്രകൃതിയെ വാരിപ്പുണരാൻ വെമ്പൽ കൊള്ളുമീ സൂര്യകിരണങ്ങളെ. വന്നു പുൽകൂ നിങ്ങളീ തരളിതഗാത്രിയെ, വന്നു പുൽകൂ നിങ്ങളീ തരളിതഗാത്രിയെ. ഒരു നിമിഷമീ കരുത്തിൻ കൈകളിൽ അമർന്നൊന്നു സ്വയം മറക്കട്ടെ ഞാൻ. ഒരു നിമിഷമീ കരുത്തിൻ കൈകളിൽ അമർന്നൊന്നു സ്വയം മറക്കട്ടെ ഞാൻ. മഴയായി വന്നു നീ എന്നിൽ കുളിരേകുന്നുവോ, മഴയെന്നുമെൻ്റെ
സ്വപ്നമായിരുന്നു. മഴയെന്നുമെന്നിൽ ഒരു നിശ്വാസമായിരുന്നു. അതു കനിവിൻ്റെ നിറവിൻ്റെ പുണ്യമായിരുന്നു. എന്നുമെൻ സ്വപ്നമായിരുന്നു. എന്നുമെൻ സ്വപ്നമായിരുന്നു. നമസ്കാരം. ഉണ്ണികൃഷ്ണൻ MG. ഉണ്ണി ശീതളം എന്ന പേരിൽ കവിതകൾ എഴുതുന്നു. പട്ടണക്കാട് സർക്കാർ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപകനാണ്. 1996 മുതൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ഭാഷാപോഷിണി, മലയാളം വാരിക തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ കവിതകൾ വരാറുണ്ട്. 2009 മികച്ച യുവകവിക്കുള്ള VT കുമാരൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കവിത മധ്യവേനലുച്ചപ്പരീക്ഷ. 3-ാം നിലയിലെ മധ്യവേനലുച്ചപ്പരീക്ഷ മുറിയിലല്ല, അന്തമില്ലാത്ത മരത്തലപ്പിൻ പച്ചിലക്കാടിളക്കക്കടലിൽ. 3-ാം നിലയിലെ മധ്യവേനലുച്ചപ്പരീക്ഷ മുറിയിലല്ല, അന്തമില്ലാത്ത മരത്തലപ്പിൻ പച്ചിലക്കാടിളക്കക്കടലിൽ. കാറ്റ് പിൻബെഞ്ചിൽ നിന്നൂളിയിട്ട് 3-ലെ വാഗ ഇലകളോട് കാതിലടക്കം പറഞ്ഞു കുലുക്കിച്ചിരിപ്പിച്ചെങ്ങോ പാഞ്ഞുപോയി. കാറ്റ് പിൻബെഞ്ചിൽ നിന്നൂളിയിട്ട് 3-ലെ വാഗ ഇലകളോട് കാതിലടക്കം പറഞ്ഞു കുലുക്കിച്ചിരിപ്പിച്ചെങ്ങോ പാഞ്ഞുപോയി. പുത്തനുടുപ്പിൽ ഞെളിഞ്ഞു പിറന്നാൾക്കുട്ടിയായി കമുകിന്റെ കൂമ്പ്. പുത്തനുടുപ്പിൽ ഞെളിഞ്ഞു പിറന്നാൾക്കുട്ടിയായി കമുകിന്റെ കൂമ്പ്. പട്ടിക തെറ്റിച്ച കുറ്റമേറ്റി ചൂടൻ വെയിൽ എണീപ്പിച്ചു നിർത്തും ചൊങ്കൻ കരിമ്പന 6C-യിൽ. പട്ടിക തെറ്റിച്ച കുറ്റമേറ്റി ചൂടൻ വെയിൽ എണീപ്പിച്ചു നിർത്തും ചൊങ്കൻ കരിമ്പന 6C-യിൽ. തൊട്ടുപിന്നിൽ ക്ഷമ കെട്ടിരുന്നു ഗൾഫിൽ നിന്നക്കൊല്ലം അച്ഛൻ കൊണ്ടു വന്ന മിഠായി പൊതി തുറക്കാൻ ഇന്റർവെൽ ബെല്ലിനായി നാട്ടുമാവ്. തൊട്ടുപിന്നിൽ ക്ഷമ കെട്ടിരുന്നു ഗൾഫിൽ നിന്നക്കൊല്ലം അച്ഛൻ കൊണ്ടു വന്ന മിഠായി പൊതി തുറക്കാൻ ഇന്റർവെൽ ബെല്ലിനായി നാട്ടുമാവ്. ഓ എന്തു കാറ്റ് ഇതെന്തു വെയില്, കൂസാതെ കൊല്ലങ്ങൾ തോറ്റുതോറ്റ് 10-ൽ ഉണങ്ങിയ കീഴോലകൾ. ഓ എന്തു കാറ്റ് ഇതെന്തു വെയില്, കൂസാതെ കൊല്ലങ്ങൾ തോറ്റുതോറ്റ് 10-ൽ ഉണങ്ങിയ കീഴോലകൾ. പെൻസിലൊടിച്ചതിനോ ഇരട്ട പേരു വിളിച്ചതിനായിരുന്നോ തമ്മിലിടിവെച്ചുടുപ്പ് കീറി 5-ലെ വാഴ ഇലകൾ രണ്ടും. പെൻസിലൊടിച്ചതിനോ ഇരട്ട പേരു വിളിച്ചതിനായിരുന്നോ തമ്മിലിടിവെച്ചുടുപ്പ് കീറി 5-ലെ വാഴ ഇലകൾ രണ്ടും. ഭിത്തിയിൽ ഡെസ്കിന്മേൽ ഉത്തരത്തിൽ കാണുന്നിടത്തെല്ലാം പേരുകോറി 9-ലെ മരം കൊത്തിയൊന്ന്. ഭിത്തിയിൽ ഡെസ്കിന്മേൽ ഉത്തരത്തിൽ കാണുന്നിടത്തെല്ലാം പേരുകോറി 9-ലെ മരം കൊത്തിയൊന്ന്. ചോട്ടിലെ കുഞ്ഞു പൊടിപ്പുകൾക്ക് 100 നുറുങ്ങു കഥ പൊഴിച്ച് ഈണച്ചരടിലവ കൊരുത്ത് റിട്ടയറാകാൻ ഒരുങ്ങി നിൽക്കും കൂറ്റൻ പുളിമരം പാട്ടു ടീച്ചർ. ചോട്ടിലെ കുഞ്ഞു പൊടിപ്പുകൾക്ക് 100 നുറുങ്ങു കഥ പൊഴിച്ച് ഈണച്ചരടിലവ കൊരുത്ത് റിട്ടയറാകാൻ ഒരുങ്ങി നിൽക്കും കൂറ്റൻ പുളിമരം പാട്ടു ടീച്ചർ. അന്തമില്ലാത്ത മരത്തലപ്പിൻ പച്ചക്കടലിലേക്കാണ്ടുമുങ്ങി പണ്ടു വിരിഞ്ഞ മരക്കവരം കണ്ടുമടങ്ങും കിളിച്ചിറക്. അന്തമില്ലാത്ത മരത്തലപ്പിൻ പച്ചക്കടലിലേക്കാണ്ടുമുങ്ങി പണ്ടു വിരിഞ്ഞ മരക്കവരം കണ്ടുമടങ്ങും കിളിച്ചിറക്. നിന്ന നിൽപ്പിൽ നിന്നു തീരുന്നില്ല, കണ്ടതൊന്നും മാഞ്ഞു പോകുന്നില്ല. പൊത്തിലൊളിപ്പിച്ച കത്തുപോലും കെട്ടുപോകാതെ ഇരിക്കയാണ്. നിന്ന നിൽപ്പിൽ നിന്നു തീരുന്നില്ല, കണ്ടതൊന്നും മാഞ്ഞു പോകുന്നില്ല. പൊത്തിലൊളിപ്പിച്ച കത്തുപോലും കെട്ടുപോകാതെ ഇരിക്കയാണ്. ഞാൻ ഉണ്ണി ശ്രീധളം. ഇപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. പഴവീട് ആണ് താമസം. KP പ്രീതി. പവിഴമല്ലികൾ, അവൾ എന്നീ കലാസമാഹാരങ്ങളുടെ കർത്താവ്. കവിതകൾ ധാരാളം രചിച്ചിട്ടുണ്ട്, എങ്കിലും പ്രസിദ്ധീകരണ രംഗത്തേക്ക് കടന്നിട്ടില്ല. കയർ സഹകരണ സംഘത്തിൽ ജോലി ചെയ്യുന്നു. ഋതുസത്യം എന്ന കവിതയിലൂടെ ഈ കാവ്യസായാഹ്നത്തെ പ്രോജ്വലമാക്കുന്നു. നമസ്കാരം. ഞാൻ KP പ്രീതി. കവിതയുടെ പേര്
ഋതു സത്യം. മല വേണ്ട, പുഴ വേണ്ട, കാടു വേണ്ട, പൊന്നാരൻ വിളയുന്ന വയലു വേണ്ട, വയൽ കിളിപ്പെണ്ണിൻ്റെ കൊഞ്ചൽ വേണ്ട, വയൽ പൂവിൻ നേർത്ത സുഗന്ധം വേണ്ട, അത്താഴക്കഞ്ഞിക്ക് പുന്നെല്ലു വേണ്ട, ഹരിതാപ ചാർത്തും തൊടികൾ വേണ്ട, ആമ്പൽ ചിരിക്കും കുളങ്ങൾ വേണ്ട. മല വേണ്ട, പുഴ വേണ്ട, കാടു വേണ്ട, പൊന്നായി വിളയുന്ന വയലു വേണ്ട, വയൽ കിളിപ്പെണ്ണിൻ്റെ കൊഞ്ചൽ വേണ്ട, വയൽ പൂവിൻ നേർത്ത സുഗന്ധം വേണ്ട, അത്താഴക്കഞ്ഞിക്ക് പുന്നെല്ലു വേണ്ട, ഹരിതാപ ചാർത്തും തൊടികൾ വേണ്ട, ആമ്പൽ ചിരിക്കും കുളങ്ങൾ വേണ്ട. വിത്തും കൈക്കോട്ടും പാടി നീ വിഷുപക്ഷിയെത്തേണ്ടതില്ലയെന്നോ, വിത്തും കൈക്കോട്ടും പാടി നീ വിഷുപക്ഷിയെത്തേണ്ടതില്ലയെന്നോ, മഴ വേണ്ടേ, മഞ്ഞിൻ തണുപ്പു വേണ്ടേ, ഓരോ ഋതുവിനും നേരു വേണ്ടേ, പൂഴിയാൽ ഭൂമി തൻ നീർത്തടങ്ങൾ മൂടിയാൽ പിന്നെ വീടെന്തു ബാക്കി, കോൺക്രീറ്റ് സൗധങ്ങൾ മാത്രമായാൽ കാർഷിക പൈതൃകം മറന്നുവെന്നാൽ ഗ്രാമത്തിൻ നന്മകൾ പടിയിറങ്ങും, പഴമതൻ തനിമയോ മാഞ്ഞുപോകും. മഴമേഘപ്പൈകൾ ചുരത്തിയില്ലെങ്കിൽ ഇടവവും മിഥുനവും ചുട്ടുകൊള്ളും, പരിസ്ഥിതി പാടെ മാറിടുമ്പോൾ കാലത്തിൻ താളം പിഴച്ചുപോകും. പകലോൻ കത്തിജ്വലിച്ചു നിൽക്കും, കൊടുങ്കാറ്റിനാൽ സൗധങ്ങൾ താഴെ വീഴും. മല വേണം, പുഴ വേണം, പൂക്കൾ വേണം, മഴമേഘമെത്തുവാൻ കാടു വേണം, പൊന്നാരിൻ കതിരിടും വയലു വേണം, ഞാറ്റുവേലക്കാലമെത്തിടേണം, ആറ്റക്കിളികൾ വിരുന്നു വേണം. രാത്രി മഴ പെയ്തു തോർന്നിടുമ്പോൾ നാട്ടുവഴിയിൽ തവള കരഞ്ഞിടേണം, ഊഴിയിൽ തണ്ണീർത്തടങ്ങൾ വേണം, ഭൂമി തന്നാത്മാവ് കാത്തിടേണം. മഴ വേണം, മണ്ണിൻ മനസ്സറിഞ്ഞ കർഷക സോദരരെന്നും വേണം, ഭൂമി തന്നാത്മാവ് കാത്തിടേണം, ഓരോ ഋതുവും വന്നുപോണം, ഓരോ ഋതുവും വന്നുപോണം, ഓരോ ഋതുവും വന്നുപോണം. നന്ദി. ശോഭ രാധാകൃഷ്ണൻ, പഴവീട് സ്വദേശി, ഖത്തറിൽ താമസം, ഗൾഫ് മലയാളി കൂട്ടായ്മകളിൽ നിറസാന്നിധ്യം. ഇടക്കാലത്ത് നിന്നുപോയ ഗൾഫ് മനോരമയിൽ ഒരു ഘട്ടത്തിൽ സ്ഥിരം കവിതകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. തൻ്റെ രചനകളെല്ലാം കൂടി ഒരു സമാഹാരമാക്കി പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ചിതയിലേക്ക എന്ന കവിതയുമായി ഗ്രന്ഥശാലയുടെ ആയുഷ്കാലാംഗം ശ്രീമതി ശോഭ രാധാകൃഷ്ണൻ. കവിത ചിതയിലേക്ക്. പോയ വസന്തങ്ങളോർത്തു തേങ്ങുന്നു, പൂക്കാത്ത മുത്തശ്ശിമാവിന്നു മൂകമായി. പോയ വസന്തങ്ങളോർത്തു തേങ്ങുന്നു, പൂക്കാത്ത മുത്തശ്ശിമാവിന്നു മൂകമായി. ശാഖകളാകെ ദ്രവിച്ചു തകർന്നുപോയി, ശാപമോക്ഷത്തിനായി പ്രാർത്ഥിക്കവേ. രാവിലെ കണ്ടു മുറ്റം നിറച്ചാളുകൾ, രാത്രിയിലൊക്കെയും കേട്ടിരുന്നാരവം. എന്തു
എന്തെന്നറിയാതെ ശങ്കിച്ചു നിൽക്കവേ പെട്ടെന്നു കേൾക്കുന്നു രോദനങ്ങൾ. പൊട്ടിത്തകരുന്ന ഹൃത്തിൻ വിലാപങ്ങൾ. ആരോ താങ്ങിയെടുക്കുന്ന മഞ്ചലിൽ ആരോമലൻ പൈതൽ കിടക്കുന്നു. പൂമുഖത്തിറയത്ത് തൂശനിലയിലായി പട്ടിൽ പൊതിഞ്ഞു കിടത്തുന്നതുണ്ണിയെ. നെഞ്ചു തകർന്നു പിടയുന്നൊരൻ നെഞ്ചകത്തോർമ്മകൾ ഗദ്ഗദമായിടുന്നു. വിത്തായി ഞാനെത്തിയതേതോ വിഷുദിനമാണെന്നോർക്കുന്നു. മണ്ണിലണച്ചതും വെള്ളം നനച്ചതും ചെടിയായൊരെന്നെ ഓമനിച്ചൊരു മരമായി വളർത്തിയതുമെന്നുണ്ണി തന്നെ. ഇന്നലെ ഈ മരക്കൊമ്പിലൊളിച്ചതും ഇരുന്നൂഞ്ഞാലിലാടിപ്പറന്നതും മാമ്പൂക്കൾ തല്ലിക്കൊഴിച്ചതും മാമ്പഴം വാശിക്കെറിഞ്ഞതും കഥകളായി ഉണ്ണി ഒരു ദിനം പേരക്കിടാങ്ങൾക്കു ചൊല്ലിക്കൊടുപ്പതും കേട്ടു ഞാൻ. ഓണത്തിനോടി വരുമ്പോൾ എന്നുണ്ണി ഓമനിച്ചിടുവാൻ ചാരയെത്തും. ഇല്ല, ഞാൻ തരില്ലെന്നുണ്ണിയെ ആർക്കുമായി. ഇന്നെന്നെ ആരും തടയല്ലേ തെല്ലുമേ. ഇല്ല, ഞാൻ തരില്ലെന്നുണ്ണിയെ ആർക്കുമായി. ഇന്നെന്നെ ആരും തടയല്ലേ തെല്ലുമേ. വൃക്ഷാതനത്തിൻ താടനമേൽക്കുന്നു വൃദ്ധയി ഞാനും യാത്രയായിടുന്നു. ഇന്നവൻ എന്നോടു ചേർന്നെരിയുന്നു ചിതയിലായി ചേർത്തണച്ചിടുന്നു ഞാനുമെന്നുണ്ണിയെ. ഇന്നവൻ എന്നോടു ചേർന്നെരിയുന്നു ചിതയിലായി ചേർത്തണച്ചിടുന്നു ഞാനുമെന്നുണ്ണിയെ. കണിയാന്തറ നാരായണപിള്ള മോഹനകുമാർ കാനറ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. സ്വദേശം കൈനഗരി. കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ കവിതാരചനയുമായി ബന്ധം. ഗ്രന്ഥശാലയുടെ വിചാരവേദിയുമായി അടുത്ത ബന്ധം. നമ്മുടെ വഴി എന്ന കവിതയിലൂടെ ശ്രീ മോഹൻകുമാർ കടന്നുവരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കണിയാന്തറ നാരായണപിള്ള മോഹനകുമാർ ഒരു കവിത അവതരിപ്പിക്കുന്നു. നമ്മുടെ വഴി. പിറന്നു വീഴുന്നൊരിടത്തു കാണാം കടന്നു പോകാൻ വഴി മുൻപിലേറ്റം. മടിച്ചിടാതങ്ങു നടക്ക വേണ്ടു തനിക്കു വേണ്ടുന്നിടമെത്തിടാനായി. മൃഗങ്ങൾ ഓടിത്തിരയുന്നു ഭോജ്യം പറക്കുവാൻ പക്ഷി പഠിച്ചിടുന്നു. ജഷങ്ങൾ നീന്തുന്നു ജലത്തിനുള്ളിൽ പറഞ്ഞിടേണോ വഴി കാട്ടിടേണോ. പഴുത്തു വീഴുന്ന ഫലങ്ങളിൽ നിന്നുതിർന്നു വീണിട്ടരികൾ മുളയ്ക്കും. മുറിഞ്ഞ കമ്പിൽ മുളകൾ കീർക്കും നിലത്തു നിന്നങ്ങു വളർന്നിടുന്നു. മനുഷ്യനും പാത തിരിഞ്ഞെടുക്കാം തനിക്കു ചേരുന്നതു ജീവിതത്തിൽ. തിരഞ്ഞു പോകേണ്ട പല സ്ഥലത്തും നിനക്കു മുൻപിൽ തെളിയുന്നു മാർഗം.
മടിച്ചുവെന്നാൽ വഴി കണ്ടിടാമോ തുടങ്ങിടുന്നങ്ങതു നിന്റെ മുൻപിൽ. പിഴച്ചുപോയാൽ പരിതാപമുണ്ടാം, ശരിക്കുപോയാൽ വിജയം വരിക്കാം. നന്ദി. ഇന്നത്തെ ഈ കവിതാ സായാഹ്നം ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാ കവി സുഹൃത്തുക്കൾക്കും വിജ്ഞാനപ്രദായിനി ഗ്രന്ഥശാലയുടെ അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. നാളെ ഈ ചാനലിൽ വൈകിട്ട് 5 മണിക്ക് സാംസ്കാരിക സമ്മേളനത്തിന് തിരശ്ശീല ഉയരുന്നു. അതിനുശേഷം ബാലവേദി കൂട്ടുകാരുടെ കലാവിരുന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാം.